തെങ്ങുംപള്ളി ഇപ്പോൾ PMA സലാം പറഞ്ഞ പ്രകാരം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോംബുകൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ ലീഗ് തയ്യാറായത് എന്നാണ്. ആര് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോംബിനെ കുറിച്ചാണ് PMA സലാം പറയുന്നത്? അല്ല, എന്താണ് അരുൺകുമാർ അതിൽ സംശയമുള്ളത്? നോക്കൂ, വസീഫ് പറഞ്ഞത് ഇതിനു മുമ്പ് ഇന്ന് ഉച്ചയോടുകൂടി വസീഫിന്റെ പ്രതികരണം വന്നത് എന്താണ്? പടക്കം പൊട്ടിക്കാൻ ഞങ്ങളുടെ ആവശ്യമില്ല. അതായത് വസീഫ് തന്നെ അഡ്മിറ്റ് ചെയ്യാണ്, ഇവർ പടക്കം പൊട്ടിക്കുന്നവരെല്ലാം മറിച്ച് ഇവർ ബോംബ് പൊട്ടിക്കുന്നവരാണ് എന്ന്. പടക്കം പൊട്ടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കാര്യം മതിയല്ലോ, പടക്കം പൊട്ടിക്കാൻ അവിടെ കോൺഗ്രസ്സുകാർ മതിയല്ലോ എന്ന് ഉച്ചതൊട്ട് വസീഫ് ഇങ്ങനെ റിപ്പീറ്റ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതായത് പടക്കം പൊട്ടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ മതി, പക്ഷെ ബോംബ് പൊട്ടിക്കണമെങ്കിൽ അവിടെ ഡിവൈഎഫ്ഐ വേണം. ഇന്നലെ പൊട്ടിയത് ബോംബ് തന്നെയാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പോലീസാണ് അവിടെ FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനോട് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ മതി, അത് പടക്കമാണോ, എലിവാണമാണോ, അതോ ബോംബാണോ എന്നുള്ളത്. രണ്ടാമത് വസീഫ് ഈ ചർച്ചയിൽ തന്നെ പറയാണ്, ഈ ബോംബ് പൊട്ടേണ്ടി വന്നു, വസീഫിന്റെ ഭാഷയിലുള്ള പടക്കം പൊട്ടേണ്ടി വന്നു. ആർക്ക് പ്രതികരിക്കാൻ? ഹരിഹരന് പ്രതികരിക്കാനെന്ന്. ഹരിഹരൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് അത് വാർത്താ മാധ്യമങ്ങളിൽ വന്നതിനൊപ്പം തന്നെ വളരെ കൃത്യമായി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. നിയമസഭയ്ക്കുള്ളിലിരുന്ന് MM മണി ആസ്ഥാന വിധവയെന്ന് നിങ്ങളുടെ മുൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ഒരാളുടെ ഭാര്യയെ പറ്റി വിവരക്കേട് വിളിച്ചു പറഞ്ഞപ്പോ അതോ നിയമസഭയിലുള്ള പിണറായി വിജയന്റെ നാക്കവിടെ വസന്ത്, നിയമസഭയിൽ MM മണി ആസ്ഥാന വിധവയെന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം വിധവയായത് അവരുടെ വിധി എന്നതാണ് പറഞ്ഞത്. അത് പിന്നീട് ഷംസീർ ഇടപെട്ട് MM മണി തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വസന്ത് അല്ലല്ല, ഷംസീർ അല്ലല്ലോ ഇടപെടേണ്ടത്. ഷംസീർ അവിടെ കക്ഷി നേതാവ് ആരാ? ശ്രീ അരുൺ, കക്ഷി നേതാവ് ആരാ? അല്ല വസന്ത്, ഒരു നിമിഷം വസീഫ്, ഒരു നിമിഷം വസന്ത് തെങ്ങുംപള്ളി, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ആ ചർച്ചയുടെ ഭാഗമായി ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇന്നലെ ഹരിഹരൻ മാപ്പ് പറഞ്ഞു. ഹരിഹരൻ ഇന്നലെ എൻ്റെ ചർച്ചയിലാണ് ശൈലജ ടീച്ചറിനോടും മഞ്ജു വാര്യരോടും മാപ്പ് പറഞ്ഞത്. അത് രാഷ്ട്രീയമായ ശരികേടായിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഹരിഹരന്റെ വഷളത്തരം നിറഞ്ഞ പ്രസംഗത്തിന് കൈയടിച്ച ഒരൊറ്റ നേതാവും ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. ആ കൈയടിച്ചവരാരാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർക്കെതിരെ നടപടിയുണ്ടോ? അല്ല ശ്രീ അരുൺകുമാർ, സംസ്ഥാനത്തെ UDF നേതൃത്വം, പ്രത്യേകിച്ച് പാർട്ടിയുടെ CLP ലീഡർ അടക്കമുള്ളവർ അതിനെ തള്ളി പാർട്ടിയുടെ നിലപാട് പക്ഷെ ആ നേതൃത്വം ഇന്നലെ ഇത് കേട്ട് കുലുങ്ങിച്ചിരിക്കുകയായിരുന്നില്ലേ വസന്തേ? ഈ പ്രസംഗം, ഈ അശ്ലീലം നിറഞ്ഞ പ്രസംഗം കേട്ട് കുലുങ്ങിച്ചിരിക്കുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ, അതിൽ കൈയടിക്കുന്നവരുടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്തായാലും അത് UDFന്റെ വിശദീകരണ യോഗത്തിൽ LDFന്റെ പ്രവർത്തകരുണ്ടാവാൻ സാധ്യതയില്ലല്ലോ വസന്തേ. അങ്ങനെ കൈയടിച്ച് ചിരിച്ച അശ്ലീല പ്രസംഗത്തെ പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ നേതാവും മാപ്പ് പറഞ്ഞിട്ടില്ല കേരളത്തോട്. ശ്രീ അരുൺ വളരെ കൃത്യമാണ്. ഈ പാർട്ടിയുടെ CLP ലീഡറും UDFന്റെ ചെയർമാനും അടക്കമുള്ളവർ ആ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും പ്രവർത്തകർ ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും, അവർ സ്വമേധയാ അത് പരിശോധിക്കട്ടെ. ഞങ്ങളുടെ നിലപാട് അത് തീർത്തും അപലപനീയമാണ് എന്നതാണ്. രണ്ടാമതായി, ഞങ്ങളാരും വന്ന് അത് നാടൻ പ്രയോഗമാണെന്നും VS അച്യുതാനന്ദനെ പോലെ പ്രായമായ ഒരാളുടെ വിടുവായത്തമാണെന്നും പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ടില്ലല്ലോ. ഇടുക്കി മേഖലയിൽ മാത്രം കേട്ടുവരുന്ന ഒരു പ്രത്യേക ഭാഷാ ശൈലിയാണത്. വടകരയിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റിന്റെ പ്രത്യേകത കൊണ്ടാണ് ഹരിഹരൻ അങ്ങനെ പറഞ്ഞതെന്നുള്ള ക്യാപ്സ്യൂളുമായി ഞങ്ങളുടെ നേതാക്കൾ ആരെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും വന്നോ? അപ്പൊ ആ പണി ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷേ വസന്ത് തെങ്ങുംപള്ളി, നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നയാളാണ് നിപ്പ കള്ളി, കോവിഡ് കള്ളി, നിപ്പ റാണി എന്ന പദപ്രയോഗങ്ങളൊക്കെ നടത്തിയത്. അല്ലല്ല, അപ്പൊ ഒരു ഡസൻ പറയണോ? തീർത്തും വംശീയമായ, തീർത്തും ജാതീയമായ അധിക്ഷേപം നടത്തിയ വസീഫിന്റെ തന്നെ ഡിവൈഎഫ്ഐയുടെ എത്ര നേതാക്കളുണ്ട്? MG യൂണിവേഴ്സിറ്റി കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് SFIയുടെ നേതാവ് പെലച്ചി നിനക്ക് ഡാഷ് ഇല്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതൊന്നും വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. വളരെ കൃത്യമാണ് പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ. അവിടെ സമാധാനം ഉണ്ടാകണം എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ സമാധാന കേടുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർ ആരാണ് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് UDFോ LDFോ BJPയോ അല്ല. അതിന് ഉത്തരം പറയേണ്ടത് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസാണ്. ആ പോലീസ് ഉത്തരം പറഞ്ഞാൽ മതി. മറുപടി